ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്നൊരു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ വയനാട്ടിലേക്ക് പോയൊരു ട്രിപ്പാണ്. ഇതിൽ രണ്ടുപേർ ട്രിപ്പായിരുന്നു കേട്ടോ. കുറേ കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ റിസോർട്ട് കേട്ടോ. വലിയൊരു കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഈ റിസോർട്ട് വരുന്നത്. റിസോർട്ടിൻ്റെ പേര് നിയാത്മ റിസോർട്ട് എന്ന് കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കഴിക്കാനുള്ള പാർക്കും സ്വിമ്മിംഗ് പൂളും റൂമൊക്കെ അത്യാവശ്യം വലിപ്പവും സൗകര്യങ്ങളൊക്കെ ഉള്ള റൂമാണ് കേട്ടോ. നമുക്ക് കാമായിട്ട് കുറച്ച് ഒരു 2 ദിവസമൊക്കെ താമസിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അതിനവിടെ കുറേ താറാവുകളുണ്ട് കേട്ടോ. അവരെന്നെ വളർത്തുന്നതാണ്. ആ താറാവ് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളായിട്ട് ഇടപഴകണ പോലെ അടുത്ത് പോയാലും പേടിച്ചോടും അങ്ങനെയൊന്നുമില്ല. അവരവിടെ തന്നെ നിൽക്കും, അവരെ പാടം നോക്കിയിട്ട്. അവർക്കുള്ള കുളമാണ്, അവർക്ക് ഉണ്ടാക്കിയ കുളമാണ് കേട്ടോ. അവർ 24 മണിക്കൂർ അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ. കുറച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങളെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണിത് കേട്ടോ. ചെറിയൊരു കുളം. ഞങ്ങളിങ്ങനെ ചിപ്സൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തപ്പോൾ ഒറ്റക്കൊന്ന് ഒന്ന് കുത്തി തിന്നുണ്ടായിരുന്നു താറാവുകൾ. പിന്നെ ഇതാണ്ട് ഫ്രണ്ട് ബാൽക്കണി വ്യൂ. അത് കഴിഞ്ഞിട്ട് റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. റൂം കിടക്കുമ്പോൾ തന്നെ ചെറിയൊരു സോഫ ഇട്ടിട്ടുണ്ട്. ഇരുന്ന് ടി വി കാണാനുള്ളൊരു സൗകര്യത്തിന് ടി വി ഒക്കെ ഉണ്ട്. ടി വിയിൽ വൈഫൈ ഒക്കെ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ 4 ആൾക്ക് കിടക്കുന്ന ഒരു ബെഡാണ്. അത്യാവശ്യം സൗകര്യങ്ങൾക്ക്. പിന്നെ ഒരു ഡ്രസ്സിങ് റൂമുണ്ട്, ടോയ്ലറ്റ് എല്ലാം കൂടി. കുഴപ്പമില്ല, നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാതും അതിനുള്ളിൽ തന്നെ ഉണ്ട്. താറാവുകൾ ഞങ്ങൾ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി വന്നൊക്കെയാണ്. പിള്ളേർ ചിപ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ ഇന്ന് കൊത്തി തിന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. നല്ലൊരു എന്താ പറയുക, കാമായൊരു പ്ലേസ്. കുറേ കിളികളുടെ കരച്ചിലും ഒക്കെ അങ്ങനെയുള്ള ഒരു പ്ലേസ് ആണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്. അവർക്ക് പിന്നെ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. പാർക്കായിട്ടും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്വിമ്മിംഗ് പൂള്. അപ്പോൾ പാർക്ക് കളിക്കുക, സ്വിമ്മിംഗ് പൂളിലേക്ക് പോവുക, പാർക്കിലേക്ക് വരിക, സ്വിമ്മിംഗ് പൂളിലേക്ക് പോവുക. അതന്നെ ഇരുന്നവരെ പണി. കാരണം രണ്ടും അടുത്തടുത്തായതുകൊണ്ട് അവർക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. പിന്നെ 2-3 ഫാമിലീസും കൂടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളെ കൂടാതെ. കണ്ട ഒരു പാർക്കിൽ നിന്ന് കൊണ്ട് പോരുന്നില്ല. പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ചാടി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, അവിടെ നിന്ന് കയറാൻ പെട്ട പാട് നമുക്കേ അറിയുള്ളൂ. മോനിക്ക് കുറച്ച് മടിയുണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു വെള്ളത്തിലിറങ്ങാൻ. എനിക്ക് മുന്നേ പേടിയാണ് വെള്ളത്തിലിറങ്ങാൻ കേട്ടോ. അപ്പോൾ പേടിച്ചിട്ട് കുറേ നേരം അവൻ അവിടെ ഇരുന്നു കേട്ടോ. ഇക്ക നല്ല നീന്തൽ. കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു റിസോർട്ടിൽ ഞങ്ങൾ താമസിക്കാൻ വരുന്നത്. അപ്പോൾ അതിൻ്റേതായ എല്ലാ എൻജോയ്മെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ പിന്നെ അവിടെ നിന്ന് കയറുന്നുണ്ടായിരുന്നില്ല. ഉച്ച വരെ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അത്യാവശ്യം എൻജോയ്മെൻറ്റ്. പിന്നെ അവിടെ കുട്ടികൾക്ക് തന്നെ ട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഇതായി. പിന്നെ അവന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ഇറങ്ങാനും. പിന്നെ അവൻ കയറുന്നുണ്ടായിരുന്നില്ല. അവർക്ക് കയറുക കുളിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. പറ്റില്ല. ഞങ്ങൾക്കത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ കിടക്കാൻ എത്ര നിർബന്ധിച്ചിട്ട് അവർ വരുന്നുണ്ടായിരുന്നില്ല. അത്രയും എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ അവിടെ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എടുത്ത് ചാടൽ തുടങ്ങി. മേലെ കയറി നിൽക്കുക, എടുത്ത് ചാടുക, അങ്ങനെയൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിസോർട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഉച്ചയാകുമ്പോഴേക്കാണ് ചെക്കൗട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ ഒരു ഡാമിലേക്ക് ആയിട്ട്, ഡാമിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ വലിയ റൈഡുകളുള്ളൊരു ഡാമായിരുന്നു കേട്ടോ. നല്ല റൈഡുകൾ. പക്ഷേ അത്യാവശ്യം പൈസ ഉണ്ട്. ഇതിലൊരാൾക്ക് 120 രൂപയൊക്കെയാണ് കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലൊന്നും ഞങ്ങൾ കയറിയില്ല. അപ്പുറത്ത് മറ്റേ സിബ് ലൈനും അങ്ങനെ അത്യാവശ്യം എല്ലാം ഉള്ളൊരു പാർക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതിൽ കയറാമെന്ന് വിചാരിച്ച് പിന്നെ പേടിച്ചിട്ട് കയറി കഴിഞ്ഞാൽ തല കറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ ഞങ്ങൾ കയറാൻ മുതിർന്നില്ല. ഞങ്ങൾ ഊഞ്ഞാലിലാണ് കയറിയത് കേട്ടോ. അങ്ങനെ കറങ്ങി ഇറങ്ങി പോകുന്നൊരു ഊഞ്ഞാൽ, സിപ്പ് ലൈനും അങ്ങനെ എല്ലാം, മറ്റേ ആകാശ ഊഞ്ഞാലില്ല, അതൊക്കെ ഉള്ളൊരു പാർക്കായിരുന്നു കേട്ടോ. ഇതിലാണ് ഞങ്ങൾ കയറിയത്. ഇതിൽ ഒരാൾക്ക് 80 രൂപയോ 180 കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷേ ഇത് നല്ല രസമായിരുന്നു. കാണുമ്പോൾ നമുക്ക് തോന്നും തല കറങ്ങും, പേടിയാവും എന്നൊക്കെ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മോൾക്കൊക്കെ ആദ്യം കയറാൻ നല്ല പേടിയായിരുന്നു. കയറിയതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോയത് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ട് പേടിച്ചിട്ടൊക്കെ ഞങ്ങൾ നടന്നത്. ഞങ്ങളന്ന് വൈകുന്നേരത്തെ തിരിച്ചു പോകുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ. ബൈ.